സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 30, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഇന്ന് ഇൻഫർമേഷൻസിന്റെ കാലമാണ്. ഓരോ ദിവസവും ഇത്രയും ഇൻഫർമേഷൻസ് ഇറങ്ങുന്നു. നമുക്ക് പല രീതിയിലൂടെയാണ് കിട്ടുന്നത്. നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമായിട്ട് ബന്ധപ്പെട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ സമയം കണ്ടെത്തണം. ഇവിടെ ഈ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. ഒരുപക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഈ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടേക്കാം. ഇവിടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്ന് ഒക്ടോബർ 30 വേൾഡ് ത്രിഫ്റ്റ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. വേൾഡ് ത്രിഫ്റ്റ് ഡേ എല്ലാ വർഷവും ഒക്ടോബർ 31 ലോകമെമ്പാടും ആഘോഷിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ എല്ലാ വർഷവും ഒക്ടോബർ 30 ഈ ദിനം ആഘോഷിക്കുന്നത്. സമ്പാദ്യത്തിന്റെ പ്രാധാന്യം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ദിനം ആഘോഷിക്കുന്നതിന് പിന്നിലെ പൊതുവായ ലക്ഷ്യം. 2021 വേൾഡ് ത്രിഫ്റ്റ് ഡേയുടെ തീം ആണ് അണ്ടർസ്റ്റാൻഡിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സേവിംഗ്. ഇന്നലത്തെ കറണ്ട് അഫേഴ്സിലെ ചോദ്യമാണ്, ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരീൻ ഈസ് നൗ പാർട്ടിസിപ്പേറ്റിംഗ് ഗ്രാൻഡ് സ്വിസ് ചെസ് ടൂർണമെന്റ് ഈസ് ഫ്രം വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഗ്രാൻഡ് സ്വിസ് ചെസ് ടൂർണമെന്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരീൻ ഇന്ത്യയിലെ ഏത് സംസ്ഥാനക്കാരനാണ്? ഇതിന്റെ ഉത്തരമാണ് കേരള. ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരീന്റെ സ്വദേശം കേരളത്തിൽ തൃശൂർ ജില്ലയാണ്. ഈ ഉത്തരം കമന്റ് ബോക്സിൽ ഇട്ട ഓരോരുത്തർക്കും JD's കറണ്ട് അഫേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. Which city has got the award for the most sustainable transport system at the Urban Mobility India Conference? Urban Mobility India Conferenceൽ ഏറ്റവും സുസ്ഥിര ഗതാഗത സംവിധാനത്തിനുള്ള അവാർഡ് നേടിയ നഗരം കൊച്ചി. 2021 ഒക്ടോബർ 29 അർബൻ മൊബിലിറ്റി ഇന്ത്യ കോൺഫറൻസിൽ വെച്ച് കൊച്ചിക്ക് ബെസ്റ്റ് മോസ്റ്റ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നുള്ള അവാർഡ് ലഭിച്ചു. സൂറത്തിന് ബെസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന അവാർഡും, ഡൽഹിക്ക് ബെസ്റ്റ് നോൺ മോട്ടറൈസ്ഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന അവാർഡ് ലഭിച്ചു. ചാന്ദിനി ചൗക്ക് റീഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ അവാർഡ്. കൂടാതെ ഡൽഹിക്ക് ബെസ്റ്റ് മെട്രോ പാസഞ്ചർ സർവീസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ അവാർഡും ലഭിച്ചു. നാഗ്പൂറിന് മൾട്ടി മോഡൽ ഇന്റഗ്രേഷൻ വിത്ത് മെട്രോ റെയിൽ എന്ന അവാർഡും ലഭിച്ചു. ഈ അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചത് യൂണിയൻ ഹൗസിംഗ് ആൻഡ് അർബൻ മിനിസ്ട്രിയാണ്. ഹു ഹാസ് ബീൻ റീഅപ്പോയിന്റഡ് ആസ് ദി RBI ഗവർണർ? ആരാണ് RBI ഗവർണർ ആയിട്ട് വീണ്ടും നിയമിതനായത്? ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ് അദ്ദേഹത്തെ വീണ്ടും 3 വർഷത്തേക്ക് അഥവാ അടുത്തൊരു ഉത്തരവ് വരുന്നവരെയും നിയമിച്ചു. ശക്തികാന്ത ദാസ് തമിഴ്നാട് കേഡറിലെ 1980 ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറിന്റെ ബാച്ചിലുള്ളതാണ്. ഇപ്പോഴത്തെ 25ാമത്തെ ഗവർണർ ആയിട്ടുള്ള ശക്തികാന്ത ദാസ് 2018 ഡിസംബർ 12 24ാമത്തെ RBI ഗവർണർ ആയിരുന്ന ഉർജിത് പട്ടേലിൽ നിന്നാണ് ചുമതലയേറ്റെടുത്തത്. Which organization is developed the country's first long-range bomb, which is successfully tested by DRDO and Indian Air Force on 29th October 2021? 2021 ഒക്ടോബർ 29 DRDOയും IAFും വിജയകരമായി പരീക്ഷിച്ച രാജ്യത്തെ ആദ്യത്തെ ലോങ് റേഞ്ച് ബോംബ് വികസിപ്പിച്ചത് ഏത് സംഘടനയാണ്? റിസർച്ച് സെന്റർ ഇമറാറ്റ് RCI. 2021 ഒക്ടോബർ 29 ഒഡീഷയിലെ ബാലസോറിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ലോങ് റേഞ്ച് ബോംബ് വിജയകരമായി പരീക്ഷിച്ചു. ഈ പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ സുഖോയ് 30 ഫൈറ്റർ വിമാനമാണ്. ഇന്ത്യയുടെ ഈ ലോങ് റേഞ്ച് ബോംബ് ഡിസൈൻ ചെയ്തും ഡെവലപ്പ് ചെയ്തതും DRDOയുടെയും ഹൈദരാബാദിലെ ലാബ് ആയിട്ടുള്ള റിസർച്ച് സെന്റർ ഇമറാറ്റ് ആണ്. Which Indian film is set to premiere at COP26 summit in Glasgow on 2nd November 2021? 2021 നവംബർ 2 ഗ്ലാസ്ഗോയിൽ നടക്കുന്ന COP26 ഉച്ചകോടിയിൽ പ്രദർശിപ്പിക്കാൻ പോകുന്ന ഇന്ത്യൻ സിനിമ ഏതാണ്?
സോങ്സ് ഓഫ് ദി എർത്ത്. കാലാവസ്ഥാ വ്യതിയാനത്തോട് പ്രതികരിക്കുന്ന 8 ട്രാക്കുകളുള്ള ആൽബത്തോടൊപ്പമുള്ള ആനിമേഷൻ ചിത്രമായ സോങ് ഓഫ് ദി എർത്ത് സംവിധാനം ചെയ്തിരിക്കുന്നത് സൗമിക് ദത്തയാണ്. UK ആസ്ഥാനമായുള്ള ഇന്ത്യൻ വംശജയാണ് സൗമിക് ദത്ത്. The 7th Indian Navy Stealth Frigate Tushil P1135.6 class launched on 28 October 2021 in which shipyard? ഇന്ത്യൻ നാവികസേനയുടെ 7ാമത്തെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് തുഷിൽ 2021 ഒക്ടോബർ 28 ഏത് കപ്പൽശാലയിൽ നിന്ന് പുറത്തിറക്കി? യാന്തർ ഷിപ്പ്യാർഡ്, റഷ്യ. 2021 ഒക്ടോബർ 28 ഇന്ത്യൻ അംബാസിഡർ ശ്രീ D. ബാല വെങ്കടേഷ് വർമ്മ റഷ്യൻ ഫെഡറേഷന്റെ മുതിർന്ന വിശിഷ്ട വ്യക്തികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ റഷ്യയിലെ കലിനിൻഗ്രാഡിലുള്ള യന്തർ ഷിപ്പ്യാർഡിൽ P1135.6 ക്ലാസിന്റെ 7ാമത്തെ ഇന്ത്യൻ നേവി യുദ്ധക്കപ്പൽ ലോഞ്ച് ചെയ്തു. ഈ കപ്പലിനെ തുഷിൽ എന്ന് പേരിട്ടത് ശ്രീമതി ദത്ല വിദ്യ വർമ്മയാണ്. സംരക്ഷക കവചം എന്നർത്ഥം സൂചിപ്പിക്കുന്ന സംസ്കൃത പദമാണ് തുഷിൽ. What is the name of the vaccine launched on 29th October 2021 to protect against disease caused by pneumonia? ന്യൂമോണിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ 2021 ഒക്ടോബർ 29 നൽകാൻ തുടങ്ങിയ വാക്സിന്റെ പേരെന്താണ്? ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ PCVE. 2021 ഒക്ടോബർ 29 കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ PCV രാജ്യവ്യാപകമായി ലോഞ്ച് ചെയ്തു. ഇത് ശിശുമരണ നിരക്ക് 60% കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ സംസ്ഥാനങ്ങളുമായും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമായി പങ്കിടുന്ന വാക്സിൻ സംബന്ധിച്ച് ആശയവിനിമയ ബോധവൽക്കരണ പാക്കേജുകളും കേന്ദ്രമന്ത്രി പുറത്തിറക്കി. Which state of the US proclaims November 1 as Kannada Language and Rajyotsava Day? യുഎസിലെ ഏത് സംസ്ഥാനമാണ് നവംബർ 1 കന്നഡ ഭാഷയും രാജ്യോത്സവ ദിനവും ആയി പ്രഖ്യാപിച്ചത്? ജോർജിയ ഗവർണർ ബ്രിയാൻ പി കെംപ് നവംബർ 1 കന്നഡ ഭാഷാ ദിനവും രാജ്യോത്സവ ദിനവുമായി ആചരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ജോർജിയ ഒരു തെക്കുകിഴക്കൻ US സംസ്ഥാനമാണ്. അതിന്റെ ഭൂപ്രദേശം തീരദേശ ബീച്ചുകളിലും കൃഷിയിടങ്ങളിലും പർവ്വതങ്ങളിലും വ്യാപിക്കുന്നു. ജോർജിയയുടെ തലസ്ഥാനം അറ്റ്ലാന്റയാണ്. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്കുള്ള ഒരു ചോദ്യമാണ്. ആക്ടർ പുനീത് രാജ്കുമാർ പാസ്ഡ് അവേ ഓൺ 29th October 2021 ഡ്യൂ ടു കാർഡിയക് അറസ്റ്റ്. ഹി വാസ് എ പോപ്പുലർ ആക്ടർ ഇൻ വിച്ച് ഫിലിം ഇൻഡസ്ട്രി? നടൻ പുനീത് രാജ്കുമാർ ഹൃദയാഘാതത്തെ തുടർന്ന് 2021 ഒക്ടോബർ 29 അന്തരിച്ചു. ഏത് ചലച്ചിത്ര മേഖലയിലെ ജനപ്രിയ നടനായിരുന്നു അദ്ദേഹം? 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കമന്റ് ബോക്സിൽ ഇടാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.